ഹായ്, അസ്സലാമു അലൈക്കും. അയാൻ്റെ എൻ്റെ റിന്യൂസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. ഞങ്ങൾ ഇന്നൊരു തലശ്ശേരി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പോണേ. മണ്ട എന്ന് പറയും. അതിനാവശ്യമായ തലശ്ശേരിയിലൊരു പലഹാരമാണത്. അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണ് 2 കപ്പ് മൈദ, 1 കപ്പ് റവ, 1 സ്പൂണ് കരിഞ്ജീരകം, ഒരു 5-6 ഏലക്ക, 1 കപ്പ് തേങ്ങ, പിന്നെ നമുക്ക് വറുത്തെടുക്കാനുള്ള ഓയിൽ കേട്ടോ. പിന്നെ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. തലശ്ശേരി പലഹാരമാണ് ഉണ്ടാക്കുന്നത്, മണ്ട. ഇന്ന് എൻ്റെ കൊച്ചുമോനാണ് പലഹാരം ഉണ്ടാക്കാൻ പോണത് കേട്ടോ. എല്ലാ പാചകം ചെയ്യാൻ പോണത് എൻ്റെ കൊച്ചുമോനാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് വരെ തുടങ്ങാം. ആദ്യം ഒരു പൈപ്പാനിലോട്ട് ഒരു സ്പൂൺ നെയ്യ്, അതൊന്ന് ഉരുക്കി വരട്ടെ. എല്ലാം ഉരുക്കി വന്നിട്ട് നല്ല ഉരുക്കി വന്നപ്പോൾ 1 കപ്പ് തേങ്ങ. ഇത് നല്ലോണം ഒന്ന് ചുവപ്പ് കളറാക്കി എടുക്കാം. അത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ മൂപ്പായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് എടുക്കണേ. ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 2-3 ട്രിപ്പായിട്ട് ഇട്ടെടുക്കാം. ഇനി നല്ലോണം മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം. റവയും തേങ്ങയും മൂത്ത് വന്ന് നമുക്കൊരു 7 ഏലക്കായി പൊടിച്ച് വെച്ചതാണ് ഇതിലോട്ട് ഇട്ടെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടാണ് ഇതൊക്കെ വറുക്കേണ്ടത്. ഓവർ തീയിലിട്ടാൽ ഇത് കരിഞ്ഞു. ഇതിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം. ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടുതൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മധുരം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഇറക്കി വെക്കാം. നമ്മൾ കുഴക്കണ പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ ഇടാം. ഇനി 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പിയായി കിട്ടാനാണ് നെയ്യ്. നമുക്കൊരു പിഞ്ച് ഉപ്പിട്ടെടുക്കാം. ഇനി നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. എനിക്ക് കുഴക്കാൻ കഴിയാത്തതിനോണ്ടാണ് എൻ്റെ അമ്മ കുഴക്കണത്. ഇത് നമുക്ക് കുഴച്ചെടുത്ത് തരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ.
നമ്മളെ വ്യൂസൊക്കെ കുറഞ്ഞാണ്. എൻ്റെ അമ്മച്ചി പനി ആയതുകൊണ്ട് രണ്ടാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. അതിൻ്റെ വ്യൂസൊക്കെ കുറഞ്ഞാണ്. നിങ്ങൾ ഒന്ന് കൂട്ടിക്കൊണ്ട് പൊടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് പൊടി നല്ല സോഫ്റ്റായി കുഴച്ചെടുത്ത് നമ്മൾ ഞങ്ങൾക്ക് ഇത് ഷീറ്റായിട്ട് പരത്തിയെടുക്കാം. സമൂസൻ്റെ ഷീറ്റില്ലേ അതേമാതിരി പരത്തിയെടുക്കാം. നിങ്ങൾ എവിടെയാണ് പരത്തിന് അവിടെ ഇത്തിരി ഓയിൽ പരത്തി കൊടുക്കണേ കൗണ്ടർ ടോപ്പിൽ. നാളുകളും നല്ല സോഫ്റ്റായി കിട്ടാം. നമ്മൾ കൗണ്ടർ ടോപ്പിലാണ് പരത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഓയിലാക്കുന്നുണ്ട്. നമുക്ക് ഓരോരോ ബോൾ ചെറിയ ചെറിയ ബോളാക്കിയെടുക്കാം. എന്നിട്ട് ഷീറ്റായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന മാതിരി പരത്തിയിട്ട് 4 പീസായിട്ട് മുറിച്ചെടുക്കുക ചെയ്യേണ്ടത്. ഇതേമാതിരി മുറിച്ചെടുക്കാം. നമുക്ക് ഇതേമാതിരി എല്ലാ ഷീറ്റും ആക്കിയെടുക്കാം. ആദ്യം ഒരു പത്തിരി എടുത്തിട്ട് കുമ്പിൾ കുത്താം. അതിങ്ങനെ 2 തുമ്പും ഒരുമിച്ച് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെക്കാം. ഇതിനുള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിനുള്ളിൽ 1 സ്പൂണ് ഇട്ടാൽ മതി. ഫില്ലിങ് 1 സ്പൂൺ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇത് നിറഞ്ഞായിട്ട് ഇത് പൊട്ടിപ്പോവും. ഇതിങ്ങനെ വലിച്ച് പൊട്ടിക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കുമ്പിളാക്കിയെടുക്കാം. എല്ലാ ഭാഗവും നല്ലോണം ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് എടുക്കണം. മറ്റേ റവ അതിൻ്റെ ഉള്ളിൽ കൂടി പോകും. നമുക്ക് റവൻ്റെ കുറച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചൊട്ടിച്ചിട്ട് ഇങ്ങനെ വലിച്ചൊട്ടിക്കുക. കുറച്ചിട്ടെടുക്കുക. ഇങ്ങനെ ഒട്ടിക്കുക. ഇങ്ങനെ വലിച്ച് ഒട്ടിച്ചെടുക്കുക. നമ്മളെ മണ്ട ഫുള്ള് റെഡിയായി. നമുക്കിത് പൊരിച്ചെടുക്കാം. ചീനച്ചട്ടി ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ച് അതിൽ ചൂടായിട്ട് നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ച് ഇതൊന്ന് തിളച്ച് വരയ്ക്കാം. നമുക്ക് ഓരോന്ന് വെളിച്ചെണ്ണ തിളച്ച് വന്ന് നമുക്ക് ഓരോന്നിച്ച് പൊരിച്ചെടുക്കാം. ഇതൊന്ന് ആയി വരട്ടെ. ഇനി നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക്
ഇതായി വന്ന് ഇനി നമുക്ക് കോരിടിക്കാം. ഓയിലൊക്കെ നല്ല പോയിട്ട് വേണം ഇതെടുക്കാൻ. അടുത്ത് ഇട്ടെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. നമുക്കിതും കോരിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഇട്ടെടുക്കാം. നമ്മളെ മണ്ട റെഡിയായി. ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.